Hello, welcome to our channel, My Spiritual Journey 1111. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? Please guide me divine, please guide me angels. ഓക്കെ, സി ഇവിടെ 5 of Wands ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു എനർജി ഏരീസ് ലിയോ സജിറ്റേറിയസ് എനർജിയാണ്. കാരണം ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ കണക്ഷനിൽ ഒരു എൻഡിങ്സ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ ഈ ഒരു കണക്ഷൻ ഒരു എൻഡിങ്സ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ടോട്ടലി ഒരു ഡെത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. ചിലർക്ക് ഇവിടെ ലെസ് കോണ്ടാക്റ്റ് ആണ്, ചിലർക്ക് ഇവിടെ ബ്ലോക്ക്ഡ് സിറ്റുവേഷൻസ് ആണ്, ചിലർക്ക് ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലുള്ള ആളുകൾക്കും ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടാവും. കാരണം ആ ഒരു എനർജീസും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളിപ്പം ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജീസാണ് ഇവിടെ ഉള്ളത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ഇല്ല. എക്സാക്റ്റ് എന്താണ് ഈ ഒരു കണക്ഷനിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് ഇനി എന്താവും അവസ്ഥ എന്നുള്ളതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ഈ ഒരു കണക്ഷൻ്റെ ഒരു എനർജീസ് അല്ലെങ്കിൽ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ലൈഫ് ലോങ് മുന്നോട്ട് പോകുമെന്നോ തോന്നുന്നുണ്ടാവില്ല. ഓക്കെ, അത്രയ്ക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഈ ഒരു കണക്ഷൻ ഇത്രയും പെട്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു കണക്ഷൻ എൻഡ് ആവുന്നതിനുള്ളൊരു റീസൺ ഇനി ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് ചെയ്തതാണോ, ഇനി എന്തെങ്കിലും ബ്ലാക്ക് മാജിക്സ് ഒക്കെ ചെയ്തതാണോ എന്നുള്ളൊരു ചിന്തയും നിങ്ങളുടെ മൈൻഡിലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചകളൊക്കെ ഇട്ടിട്ടുണ്ടാവാം ഈ ഒരു കണക്ഷൻ ഉണ്ടാവാനായിട്ട്. കാരണം എപ്പോഴും ഈ ഒരു കണക്ഷനിലൊരു നല്ലൊരു ടൈം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റീസ് അപ്പം തന്നെ വന്ന് കയറുന്നുണ്ടാവും. അതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഓവറോൾ എനർജീസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ന്യൂ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓരോരോ നെഗറ്റീവ് അറ്റാക്ക് വരുന്നത് പോലത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു എനർജീസിനെ സെൻസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വീട്ടിലെ ഇഷ്യൂസ് ആണെങ്കിലും ശരി, ഇതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, മൊത്തത്തിൽ ഓരോ മുടക്കങ്ങളാണ് എല്ലാത്തിനും. ഒന്നെന്തെങ്കിലും ചെറുതായിട്ട് ശരിയായിട്ട് വന്നു എന്നുള്ളൊരു എനർജിയിൽ വരുമ്പോഴേക്കും മൊത്തത്തിൽ ഒറ്റയടിക്കത് ഇല്ലാതാവുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസും സെയിം എനർജീസാണ്. അവരുടെ ലൈഫിലും ഇപ്പം കുറച്ച് എൻഡിങ്സും ഒരു ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചു. ഒരു എൻഡിങ്സിനേക്കാൾ ഉപരി ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അങ്ങനെ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. 5 നമ്പറാണ് ഇവിടെ ഉള്ളത്. 5 നമ്പർ എപ്പോഴും ചേഞ്ചസിനെ കാണിക്കുന്ന നമ്പറാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്ന നമ്പറാണ്. ഓക്കെ, സൈൻസ് ഏരീസ് ലിയോ സജിറ്റേറിയസ് ആണ് കേട്ടോ. എയർ സൈൻ ആക്റ്റീവ് ആണ്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പ്രാക്ടിക്കലായിട്ടുള്ളൊരു എനർജി ആയിരിക്കാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു എനർജി ആയിരിക്കാം. എടുത്തുചാട്ടം കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകും. അതേസമയം നിങ്ങൾ വളരെയധികം ശാന്ത സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര എടുത്തുചാട്ടമായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ വളരെ കൂൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഓക്കെ, എഗെയിൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ മെൻ്റൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് അത് അത്ര വലിയ നല്ലതായിട്ടുള്ളതല്ലെന്നാണ് എനിക്കിവിടെ തോന്നുന്നത്. കാരണം നിങ്ങൾക്കിപ്പം ആയിരിക്കുന്ന ഒരു കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, അതിപ്പോൾ നിങ്ങൾ വീട്ടിലുള്ള ജോലിയാണെങ്കിലും ഓഫീസ് വർക്കാണെങ്കിലും നിങ്ങൾക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ടൈമിൽ. കാരണം ഈ ഒരു ഒത്തിരി അധികം സ്ട്രെസ്സാണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഏറ്റവും കൂടുതൽ പറയാൻ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പീസ് കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എൻറ്റർ ചെയ്തത് പിന്നെ നിങ്ങളുടെ പീസ്, നിങ്ങൾക്കുള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മൊത്തത്തിൽ നഷ്ടമായിട്ടുണ്ടാവാം ഈ ഒരു മൊമെൻറ്റിൽ. എപ്പോഴും ഓവർ തിങ്കിങ്, ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസിലേക്ക് ആക്കി വെക്കുക എന്നുള്ളൊരു എനർജിയിലായിരിക്കും. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? 2 കാർഡ് വന്നിട്ടുണ്ട്. നമ്മളത് എടുക്കുന്നില്ല 2 കാർഡും.
വീണ്ടും 2 കാർഡ് വന്നിട്ടുണ്ട്. പക്ഷെ കിങ് ഓഫ് കപ്സ് ഫോൾഡായിരുന്നു, അൺഫോൾഡാണ്, അതുകൊണ്ട് നമ്മൾ എടുത്തു. കിങ് ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കുള്ള ഒരു ഫെമിനിൻ എനർജിയും മസ്കുലൻ എനർജിയും ബാലൻസിലാണ്. ഇപ്പോൾ ഫെമിനിൻ ആണെങ്കിലും മസ്കുലൻ ആണെന്ന് പറഞ്ഞാലും 2 പേര്, അതായത് ജെഡർലെസ് റീഡിംഗ് ആണല്ലോ, ആ ഒരു എനർജി അപ്പം മെയിലിന് വേണ്ടിയിട്ടാണ് ഫീമെയിലിന് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ പോലും ഇവിടെ ഒരു ബാലൻസിങ് എനർജീസിലാണ് എനിക്ക് അവരെ കാണാൻ പറ്റുന്നുള്ളത്. ഓൾറെഡി അവർ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ്, അതൊക്കെ ഒരു ബാലൻസിൽ വെച്ചിരിക്കുകയാണ്. കൂടുതലായിട്ട് ഇമോഷൻസ് ഉണ്ട്, പക്ഷേ അത് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അതിലൊരു സപ്രഷൻ എനർജി, അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളൊരു എനർജി എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി കുറച്ച് പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. നേരത്തെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഇമോഷണൽ ആയിട്ടായിരിക്കാം ചിന്തിച്ചിട്ടുള്ളത്, പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു സംതിങ് ഈസ് റിലേറ്റഡ് ടു ട്രാവലിംഗ്. ഇവിടെ നിങ്ങളുടെ കണക്ഷനും ട്രാവലിങ്ങും തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്ത ടൈമിലായിരിക്കും ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വരും എന്ന് പറഞ്ഞ ആ ഒരു മൊമെൻറ്റിലായിരിക്കാം, ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കാം നിങ്ങളെ മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേങ്കിൽ ഇവിടെ ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളുമായി, അല്ലെങ്കിൽ ഇടയ്ക്കൊരു സെപ്പറേഷൻ വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ്റെ ഈ ഒരു എനർജിയിൽ നിങ്ങൾ വളരെയധികം ഡൗൺ ആണ്. ഇനി ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി എന്താവും സംഭവിക്കുന്നത്? കാരണം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഈ ഒരു കണക്ഷനിൽ. ഈ ഒരു വ്യക്തിനെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് കണക്റ്റഡ് ആവാം, പക്ഷെ ഇവരതിന് അനുവദിക്കുന്നുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. മേ ബി എന്തെങ്കിലുമൊക്കെ, മേ ബി നിങ്ങൾ ഭയങ്കരമായിട്ട് ഫെമിനിൻ എനർജി ആയിരിക്കാം, മറ്റേ ആൾ മസ്കുലൻ ആയിരിക്കാം, ഓപ്പോസിറ്റീവ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. റിലീജിയസ് ഫാക്ടർ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് നിങ്ങൾ തമ്മിലുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലാണ്. ഒരു ഇന്നൻ യാങ് എനർജീസ്, അതായത് ഒരു ഡിവൈൻ യൂണിയൻ ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ. സ്ട്രെങ്തിൻ്റെ കാർഡാണ് നമുക്ക് ഇനി ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു വ്യക്തി ഇവരുടെ ഇമോഷൻസിനെയൊക്കെ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മൈൻഡിൽ ഒത്തിരി അധികം ഓവർ തിങ്കിങ് ഉണ്ട് ഈ ഒരു കണക്ഷനെ പ്രതി, നിങ്ങളെ പ്രതി. പക്ഷേ ഇവർ ആ ഒരു ഓവർ തിങ്കിങ്ങിനെയും ആ ഒരു പോസിറ്റിവിറ്റീസിനെയൊക്കെ ഈ ഒരു വ്യക്തി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഈ ഒരു വ്യക്തി ഒരു നേരായിട്ടുള്ള ഒരു വഴിയിലേക്ക് പോകാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ മൈൻഡ് എന്താണോ പറയുന്ന ആ ഒരു പാത്തിനെ ഫോളോ ചെയ്യാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കിവിടെ തോന്നുന്നത്. ആ ഒരു എനർജിയാണ് എനിക്ക് തോന്നുന്നു. ഈ ഒരു ടൈമിലാണെങ്കിലും ഈ ഒരു വ്യക്തി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിട്ടും മൈൻഡൊന്നും ഓക്കെ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഇയാൾ ചെയ്യുന്ന ജോലിയെ സംബന്ധിച്ച് ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവാം. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. വളരെയധികം അട്രാക്റ്റഡ് ആണ് നിങ്ങളിൽ. ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറഞ്ഞു ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉടക്കിയിട്ടുണ്ട്. ആ ഒരു എനർജി അത് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട് ഇപ്പോഴും. സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ അതുണ്ട്. അത് ഈ ഒരു വ്യക്തിയെ നന്നായിട്ട് എന്താ പറയുക, ഒരു ഇതാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിലൊരു റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് വഴക്കിട്ടതിനൊക്കെ ഒരു സോറി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു മൊമെൻറ്റിൽ ഇവരുടെ മൈൻഡിൽ നിങ്ങളോട് ഒത്തിരി അധികം റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലരൊക്കെ ഈ ഒരു റീഡിങ് കാണുന്നത് നിങ്ങളുടെ ക്രഷിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മൈൻഡിൽ കുറേ നാളായിട്ടൊരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇവിടെ 555 എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 555 എനർജീസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ മീൻസ് സ്ലോ എനർജിയാണ് ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നുള്ളത്. എന്ന് വെച്ചാൽ പതിയെ പതിയെ ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ചെറിയ ചെറിയ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 7 നമ്പർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു 7 നമ്പറും ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്നു ലൈക്ക് കൂടുതലായിട്ട് ഇമോഷൻസിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രാഹുവിൻ്റെ കാർഡാണ്.
സോറി, കേതുവിൻ്റെ കാർഡാണ്, രാഹുവിൻ്റെ കാർഡല്ല, കേതുവിൻ്റെ കാർഡാണ്. ബിക്കോസ് ഇവിടെ 7 നമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ, കേതുവിൻ്റെ എനർജീസിൽ എപ്പോഴും ഇമോഷൻസ് ആണ് കാണുന്നുള്ളത്. ഇമോഷണൽ എനർജീസ്, നമുക്ക് ആ ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നു ഇവിടെ ചിലർക്കൊക്കെ ഇവിടെ എനിക്ക് ആക്ഷൻ കിട്ടുന്നത് പോലത്തെ ഒരു എനർജീസ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവും. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും ഒരു വ്യക്തിയോട് അങ്ങോട്ട് വഴക്കുണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു കണക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി തരാത്തത് കൊണ്ട്. കാരണം നിങ്ങൾക്ക് എത്ര കാലം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ പറ്റുന്നുള്ളത്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ ഒരു വ്യക്തിയായിട്ട് വഴക്കിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നെഗറ്റീവ് വേയിലൊന്നുമല്ല, ഈ ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റ് തരാത്തത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് വഴക്കിടുന്നു എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റെബിലിറ്റി തന്നെയാണല്ലോ. പക്ഷേ ഈ ഒരു വ്യക്തി തരികയല്ല, എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറയുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത്. എനിക്കതാ ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഇമോഷണലാണ്, നിങ്ങളുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഓൾറെഡി ഇവിടെ എഗെയിൻ നമുക്ക് ഒരു ഡിഫറൻസസ് ഇൻ എനർജീസ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്, നല്ല രീതിക്ക് ഡിഫറൻസസ് ഉണ്ട്. നമുക്കത് ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ആണെങ്കിൽ ഇവർക്കൊരു ഇന്നർ സ്ട്രെങ്ത് ഇല്ല നിങ്ങളുടെ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാത്തിനും ഒരു എന്താ പറയുക, ഇപ്പം എത്രയൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും എഫേർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഇവർക്ക് ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട് നിങ്ങളോടെങ്കിൽ പോലും ഇവരൊരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. എന്തോ ഒരു ജീവി ഇവിടെ കയറി വന്നു. ഓക്കെ, ഒരു വണ്ടാണ്. ഇവിടെ ഒരു സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സ്ട്രെങ്ത് ഇനിയുള്ള ടൈമിൽ ഉണ്ടാകുക എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിലും ഇനി അങ്ങോട്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവും ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട്. കാരണം ഇവരും ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും. മീറ്റ് ചെയ്തിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നിനെ പറ്റിയിട്ട്. ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഈ ഒരു നിങ്ങളിലും തേർഡ് പാർട്ടിയിലും എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു സഡൻ ടവർ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ബട്ട് ഡോണ്ട് വറി, വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തി ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ബോട്ടംസിൻ്റെ എനർജീസിൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം എഗെയിൻ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ ഒത്തിരി അധികം വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒത്തിരി അധികം ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഈ ഒരു ടൈമിൽ. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു കൂട്ടുകുടുംബത്തിലായിരിക്കാം താമസിക്കുന്നുള്ളത്. അപ്പം അങ്ങനെ സ്വത്തിൻ്റെയോ എന്തെങ്കിലുമൊക്കെ അവകാശത്തിൻ്റെയോ ഒക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവർ എനർജീസ് എനിക്കിത് സ്പെസിഫിക് മെസ്സേജസ് ആണ് ആർക്കോ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ബോട്ടംസിൽ നമുക്ക് ടവർ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സഡൻ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ കുറച്ച് പേരുടെയൊക്കെ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് റീയൂണിയൻ പോസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിലും മാരീഡ് അല്ലാത്തവരാണെങ്കിലും സെയിം എനർജീസ് ആണ്. പക്ഷെ ചിലർക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കാം. ചിലരുടെയൊക്കെ കണക്ഷൻ എനർജീസ് നമുക്ക് ഒരു സെയിം എനർജി പോലെ ആവണം എന്നില്ല. എല്ലാവർക്കും ഈ ഒരു റീഡിങ് 100% റെസനേറ്റ് ആവണം എന്നില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ കുറച്ച് റെയർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇവിടെ ഒരു മീറ്റ് ചെയ്യാൻ. ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇവിടെ മീറ്റിങ്ങിൻ്റെ എനർജി നമുക്ക് കാണാൻ പറ്റാത്തത്. ബാക്കി നിങ്ങൾ അത്രയ്ക്കും ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ നാട്ടിൽ വരുമ്പോഴേക്കൊക്കെ മീറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളെ നേരിട്ട് വന്ന് മീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള സാധ്യതകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിൽ എന്താണ്? ആഫ്റ്റർ മീ കറൻറ്റ് ഫീലിങ്സ് പ്ലീസ്. ലവേഴ്സ്. ഓക്കെ, ഈ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് വൈബാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവർ അതേസമയം ഇവർക്ക് ഒത്തിരി ഒരു സ്ട്രെസ്സിലാണ് നല്ല രീതിക്ക്.
നന്നായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി. കാരണം എനിക്ക് തോന്നുന്നു ഇവരുടെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലല്ല ഒരു കാര്യങ്ങളും അല്ല നടക്കുന്നത്. ഇവർ വിശ്വസിച്ച് ഇവർ കൂടെ കൂട്ടിയിട്ടുള്ള പലരും ഇവരെ പറ്റിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടെ നിന്ന്, നമ്മൾ പറയില്ലേ കൂടെ നിന്ന് പറ്റിക്കുക എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, ഇവരുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അവർക്ക് മനസ്സിലായിട്ട് പോലും ഇവർ സ്റ്റിൽ ആ ഒരു വ്യക്തിയോട് ഫൊർഗീവ് ചെയ്ത് അവരുടെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എന്നെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തി ലോകത്തേ ഇല്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കും ഒരു വ്യക്തി നടക്കുന്നുള്ളത്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് ഇവർക്കറിയാം ഇവരുടെ ഫാമിലിയിലൊക്കെ വലിയ ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഞാൻ ഓൾറെഡി പാസ്റ്റ് ലൈഫ് ആണെന്ന് പറയാൻ വന്നപ്പോൾ പാസ്റ്റ് ലൈഫ്സിൻ്റെ എനർജീസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തി തമ്മിൽ പാസ്റ്റ് ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയ്ക്കും നിങ്ങൾ പല ജന്മങ്ങളിലും മീറ്റ് ചെയ്ത് വന്നിട്ടുള്ള സോളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള ഒരു എനർജിയിൽ കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു 5D വേൾഡിലല്ല, 5Dയുടെ എനർജിയിൽ നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോളുകൾ തമ്മിൽ നിങ്ങൾക്ക് ആ ഒരു സോളിൻ്റെ എനർജിയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സോളിൻ്റെ എനർജിയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം നിങ്ങൾ രണ്ടുപേരുടെയും സോൾ ഒന്നാണ്. ഓക്കെ, സോ സൈലൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, സൈലൻസിൻ്റെ എനർജീസ് ആണ്. ഈ ഒരു എനർജി ഒരു വ്യക്തി ബ്രേക്ക് ചെയ്യും. അത് മാത്രമല്ല ഈ ഒരു വ്യക്തി ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ് ചെയ്തിട്ടുള്ള അത് ജസ്റ്റ് ഒരു ട്രാവലിങ്ങിൻ്റെ എനർജീസ് ആണ് നമുക്കിവിടെ കാണിക്കുന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ റീസെൻ്റായിട്ട് ഇനി ഇവിടുന്ന് കാണാൻ ട്രാൻസ്ഫർ ആയി പോകാമായിരിക്കാം. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സണ് നല്ല ഫിയർ ഉണ്ടായിരിക്കാം. ഇനി ഈ ഒരു കണക്ഷനിൽ ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടാവുമോ, ഒരു വ്യക്തി എന്നെ മറന്നു പോകും. അതേസമയം സെയിം ടൈമിൽ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരു മുജ്ജന്മ ബന്ധം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കൂടെ നിൽക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഡെസ്റ്റൈൻഡ് ആണ്. അപ്പം ഈ ഒരു കണക്ഷനെ ഒരു വ്യക്തിക്കോ നിങ്ങളുടെ തോട്ട്സിനോ ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ സണ്ണ് വന്നിട്ടുള്ളത്. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആകും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആകും, എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കും എന്നുള്ളൊരു എനർജി തന്നെ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് ഫിയർ ഉണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ വേറൊരു ഇടത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇവിടുന്ന് മൂവ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾ ചേഞ്ച് ആയി പോകും, നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ആകും എന്നുള്ളൊരു ഫിയർ ഈ ഒരു വ്യക്തിക്കുണ്ട് നന്നായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ കാണാതിരിക്കുമ്പോഴേക്കും ഇഷ്ടക്കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇഷ്ടമില്ലാതായി പോകും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഒരു പക്ഷേ അത് കുറച്ചൊക്കെ ശരി തന്നെയാണ്. മീറ്റ് ചെയ്യാതിരിക്കുമ്പോഴേക്കും പലപ്പോഴും ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ലവ്, അതേസമയം കമ്മ്യൂണിക്കേഷൻസും ഇല്ല എങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു വ്യക്തി നമ്മളിൽ കണക്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ട്. ജെന്യുവിൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള കണക്ഷൻസൊക്കെ നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ട്രാവലിങ്ങിൻ്റെ എനർജീസ് വരുന്നുണ്ട്. അത് മെയിനായിട്ടും ചാരിയറ്റിൻ്റെ കാർഡും ട്രാവലിങ്ങിനെ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഇവിടെ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് നിങ്ങളുടെ കണക്ഷനിൽ. ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി ട്രാൻസ്ഫർ ആയി പോകുമായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. ഓക്കെ, ഇവിടെ മൊറാലിറ്റിയുടെ എനർജീസ് ആണ്. ഇവരുടെ മൈൻഡിൽ ഒത്തിരി അധികം നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. ഇവർ രണ്ട് വശവും ചിന്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വശവും ചിന്തിച്ചിട്ടൊരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തിക്ക് കിട്ടാതെ ഈ ഒരു വ്യക്തിന് ട്രാപ്പ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. നന്നായിട്ട് പ്രെയർ ചെയ്യുകയാണ്, ദൈവമായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ, എനിക്ക് എന്തെങ്കിലും എൻ്റെ കണ്ണൊന്ന് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗദർശനം കാണിക്കുക എന്നുള്ളൊരു എനർജി തന്നെയാണ്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് ഇവിടെ ജസ്റ്റിസിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. ഈ മൊറാലിറ്റി എപ്പോഴും ജസ്റ്റിസിനെ തന്നെയാണ് കാണിക്കുന്നുള്ളത്. ഈ ഒരു ജസ്റ്റിസ് ദൈവത്തോടാണ് ചോദിക്കുന്നുള്ളത്. ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഇവരിവിടുന്ന് മൂവ് ചെയ്ത് പോയാലും ഇവിടെ ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ എനർജിയിലാണെങ്കിലും ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാത്ത ആ ഒരു ടൈമിൽ ഇവർക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ട് ഈ ഒരു കണക്ഷനെ ഫീൽ ചെയ്യാനായിട്ടും ഇതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാനായിട്ടും പറ്റുന്നുണ്ടെന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ. ഇവിടെ ബോട്ടംസിൽ നമുക്ക് കംപ്ലീഷനും സെലിബ്രേഷനും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കണക്ഷനിൽ ഒരു സെലിബ്രേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു ഹാർമണി, ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ വലിയൊരു ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നുണ്ട്. ടോട്ടലി ഇവിടെ ഒരു ചേഞ്ചസ് ആണ് കാണിക്കുന്നുള്ളത്. മേ ബി റീസെൻ്റ് ആയിട്ട് നിങ്ങൾ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവാം, ഫെദേഴ്സ് കാണുന്നുണ്ടാവും, അതുപോലെ തന്നെ പീക്കോക്ക് കാണുന്നുണ്ടാവാം. ദെൻ നിങ്ങൾ എന്താ പറയുക, ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം.
ഓക്കെ. ഇതെല്ലാം ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്ന എനർജീസ് ആണ്. വെരി സൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി ഒരു 180 ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ടാറോട്ട് പറയുന്നുള്ളത്, യൂണിവേഴ്സ് പറയുന്നുള്ളത്. സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ബെല്ലൈക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.